ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ചീസ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും സിമ്പിളായിട്ട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നമ്മൾ പ്രിസർവേറ്റീവ്സോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യണില്ല. ഹെൽത്തി ആയിട്ട് നമ്മളെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ചീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തേണ്. എന്നിട്ട് അതിൽക്കായിട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റുള്ള ഹോൾ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ നാടൻ പാലുണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പാക്കറ്റ് പാൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര അധികം ചീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നാടൻ പാലാവുമ്പം അതിൽ നല്ലോണം ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവും. അത് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം അത് ഞാനിതാ സ്റ്റവിൽ വെച്ച് കൊടുത്തേന്. ഇനി ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടായാൽ മതി. അത് നോക്കാൻ ഇപ്പം തെർമോമീറ്ററൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നോക്കുന്നത് നന്നാവും. എന്നാലും ആ തിളയ്ക്കുന്നതിൻ്റെ മുന്നത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പം വെച്ചിട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ കാത്തുന്നതിന് ശേഷം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പാല് കേടിലാവാനായിട്ട് തുടങ്ങും. അതിങ്ങനെ പിരിഞ്ഞു വരും. നമ്മളിപ്പം പാക്കറ്റ് പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതുപോലെ ലോ ഫാറ്റ് മിൽക്കൊന്നും എടുക്കാതെക്കുക. നല്ല ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാല് വേണം എടുക്കാൻ. പിന്നെ ഒരു പാത്രത്തിൻ്റെ മേലെ നല്ല വൃത്തിയുള്ള നൈസായിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഈ പാല് അതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബട്ടർ മിൽക്ക് താഴെ പോയിട്ട് ഈ ചീസ് കർഡിൽസ് ക്ലോത്തിലായിട്ട് കളക്ട് ആവും. അങ്ങനെ വേണം ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൽക്കായിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ ബട്ടർ മിൽക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അത് കളയുക. അത് വേണമെങ്കിൽ നമുക്ക് കേക്കിലേക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാനായിട്ട് ഒക്കെ യൂസ് ആക്കാം, നല്ലതാണ്. പിന്നെ അതാ ഈ ചീസ് കർഡിൽസൊക്കെ ആയിട്ട് നല്ല പച്ചവെള്ളമാണ് കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ല പോലെ പിഴിഞ്ഞിട്ട് അതിലെ വെള്ളം മൊത്തത്തിലൊന്ന് ഒഴിവാക്കിയെടുക്കാം. ഇനി ആ ചീസ് കർഡിൽസ് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 സ്പൂണ് വെള്ളവും 2 സ്പൂണ് വിനീഗറും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി കേട്ടോ ബേക്കിംഗ് സോഡ, അളന്നിട്ട് തന്നെ ചേർക്കുക. ബേക്കിംഗ് സോഡ പുതിയ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. കുറേ മുന്നത്തതാണെങ്കിൽ അതിനൊരു സോപ്പി ടേസ്റ്റ് വരും. അപ്പോൾ പുതിയ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്തോളം വരുന്ന ബട്ടറാണ്. പിന്നെ പാല് വേണം. പാല് ഞാനിപ്പം ഒരു 1/3 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീസ് കർഡിൽസ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ അടിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഇത് നല്ല ക്രീമി ആയിട്ട് ഞാനിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ലൈറ്റ് യെല്ലോ കളർ വന്നതിന് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഈ ഒരു കളറിലല്ല ഉണ്ടാവുക. ഇനിയിപ്പം ഇങ്ങനെ കളറായിട്ടില്ലെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ നാടൻ പാൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്, അതിൽ നല്ലോണം നെയ്യ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കളറായിട്ടാണത് വരിക. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ ചീസിൻ്റെ സംഭവം വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബട്ടർ മിൽക്ക് പറഞ്ഞിട്ട് മാറ്റി വെച്ചില്ലേ, അതിൽ നിന്നൊരു 2 സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും. ഒന്നിങ്ങനെ ലൂസായിട്ട് നല്ല സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ ആക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ചീസിൻ്റെ ഇങ്ങനെ സ്ലൈസ് ഉണ്ടല്ലോ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട പോലെ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. എന്നിട്ട് ഞാനിതാ കുറച്ചിങ്ങനെ ഈ പാത്രത്തിലേക്കായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പം നല്ല പോലെ ഉറച്ചിട്ടുണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചീസ് സ്ലൈസ് പോലെ ആയി തന്നെ വരും. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് വലുതായിട്ട് ഞാനിങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല നാടൻ പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാക്കറ്റ് പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ ഇതെല്ലാം ഞാനിനി ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്, നല്ലപോലെ തണുപ്പിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിന് കേട്ടോ, അത് പറയാൻ മറന്നുപോയതാണ്. ചീസിന് നല്ലൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല തണുപ്പോടെ തന്നെ ഈ ഒരു ക്ലിംഗ് റാപ്പിൽ നിന്ന് എടുക്കുകയാണ്. തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ഇത്തിരി നൈസ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ക്ലിംഗ് റാപ്പിൽ നിന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ആ തണുപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നോക്കാം അതെങ്ങനെ പുള്ളായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ചീസ് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിസ്സ ഉണ്ടാക്കാനും പാസ്ത ഉണ്ടാക്കാനും പിന്നെ ഇങ്ങനെ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും, കാരണം നമ്മൾ ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. നല്ല നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ചീസ് കണ്ടില്ലേ ഒന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കവർ ചെയ്ത് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീസൊക്കെ മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനത് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് റെഡി ആയിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇത് എങ്ങനെയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ ചീസ് നല്ലപോലെ മെൽറ്റായിട്ട് റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ ആ ഒരു 5 ചീസ് സ്ലൈസൊക്കെ വാങ്ങിക്കുന്ന അത്രയൊന്നും നമുക്കിതിന് കോസ്റ്റ് ആവുന്നില്ല. അത്രയും ഈസി ആയിട്ടും പിന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്